മൈ ഗോഡ്, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അരാപ്പൈമിനെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പോവാണേ. കുഴപ്പമില്ലേ, ഒന്നും കുഴപ്പമില്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഇത് കണ്ടോ, നമ്മുടെ അരാപ്പൈമയുടെ ടാങ്കിൻ്റെ പണി കംപ്ലീറ്റ് ആയി. ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങളുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചാണകമൊക്കെ കലക്കി ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ചാണകം കലക്കുക എന്നൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടാങ്ക് ഒന്ന് കാണിച്ചു തരാവേ. ഇതിനിപ്പം കറക്റ്റ് ഇതിൻ്റെ നീളം പറയുവാണെങ്കിൽ 7 അടി നീളമുണ്ട്, 4 അടി പൊക്കമുണ്ട്, അതുപോലെ തന്നെ 4 അടി വീതിയുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ടാങ്കാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരാപ്പൈമയെ നമ്മൾ അരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അരാപ്പൈമനെ മാത്രമല്ല വേറെ കുറച്ച് മീനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ അരാപ്പൈമനെ കാണിച്ചില്ല. അപ്പോൾ ഇത്രയും നാളായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവൻ നമ്മുടെ അക്വേറിയത്തിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അക്വേറിയത്തിൽ കിടന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു. അപ്പോൾ നമുക്ക് ഇനി ടാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി സമയമായി കേട്ടോ. വേണ്ടേ, നമ്മുടെ അരാപ്പൈമ ഇവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് അരാപ്പൈമ മാത്രമല്ല കേട്ടോ, നമുക്കൊരു ഓസ്കാറും കിടപ്പെടുത്തിയിട്ടുണ്ടോ. അപ്പോൾ ഇവന്മാർക്ക് നമ്മൾ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് രണ്ടുപേരും എൻ്റെ കൈയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവനെയാണ് മാറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നമുക്ക് കളയണം. ഇതിനകത്ത് വെള്ളം കളയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പപ്പയുടെ നിന്ന് പൈപ്പ് താട്ടിട്ട് കൊടുക്കാം. കയറി എവിടെ ഇരിക്കുന്നത്, ഫുള്ള് മഴയാണ്. ദേ നമ്മുടെ ടാങ്ക് അവിടെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പ് ഇങ്ങോട്ടേക്ക് എടുക്കണം. നമുക്ക് കയറ് കിട്ടിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ടാങ്കിനകത്ത് അരാപ്പൈമയെ കൂടാതെ വേറെ എന്തെങ്കിലും മീനൊക്കെ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അരാപ്പൈമ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ മീൻ നമുക്ക് മേടിച്ചിടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇനിയിപ്പം ഈ ഒരു പൈപ്പ് ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നിങ്ങൾ കണ്ടോണം, മിക്കവാറും ഈ പൈപ്പ് ഇറക്കുമ്പോൾ തന്നെ ആകുമ്പോൾ ഇതിനിട്ട് കടിക്കുവേ. ഇത് കണ്ടോടെ, ഇതുണ്ടോ. ഇനിയിപ്പോൾ പപ്പ എവിടെ നിന്ന് വെള്ളം നിറയ്ക്കും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് പൈപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇതുണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ വെള്ളം വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ പൈപ്പ് അങ്ങ് മാറ്റിയിടും. ഇതുണ്ട്. അപ്പോൾ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ വെള്ളം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് പൈപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് എടുക്കുമായിരിക്കും ഈ ഒരു ടാങ്കിലെ വെള്ളം പോകാനായിട്ട്. ഇമാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയയിൽ കുറ്റി അടിച്ച് കയറിയിട്ട് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 7 അടിയാണ്. അതുപോലെ തന്നെ വീതി ഉയരവും 4 അടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അത്രയും ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അവർ നന്നായിട്ട് അത് ഇടിച്ച് ഉറപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ മേളിലേക്ക് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കോൺക്രീറ്റിന് സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ ഒരു കോർണറിൽ ഔട്ട്ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പൈപ്പ് വാൽവും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. നമ്മളാണെങ്കിൽ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് പണിയൊക്കെ നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടന്മാർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് 4 കോർണറിലും കട്ട വെച്ചിട്ട് കറക്റ്റ് അളവ് പിടിച്ചവർ കെട്ടുവാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഉറപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരാപ്പൈമ വലുതായി കഴിയുമ്പോഴേക്കും അവനെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. ഇനി അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ പല വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളൊക്കെ ഇതിനകത്ത് മേടിച്ചിടാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ 4 സൈഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഉയരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 4 അടിയാണ് ഉയരം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് തേച്ച് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഉൾഭാഗം തേക്കുമ്പോൾ തന്നെ ലീക്കൊന്നും വരാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴയൊന്നും പെയ്യാതിരിക്കാനായിട്ട് നമ്മളാണെങ്കിൽ ടാർപോളിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്താണ് തേക്കുന്ന സമയത്ത് മഴ പെയ്തില്ല. അപ്പോൾ ഈ ഒരു തേപ്പിൻ്റെ പണി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ 1.5 ദിവസമായി. നമുക്കിനി ആക്ച്വലി ഇതിനകത്ത് വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് നീല കളർ പെയിൻ്റ് ആണ്, സ്കൈ ബ്ലൂ ആണ് കളർ. സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. എന്ത് പെയിൻ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. വെള്ളം ഒന്നും ചേർക്കേണ്ട, ഡയറക്റ്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പപ്പയും കൂടി ഇനി പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്.
ഇത് അങ്ങനെ കണ്ടല്ലോ, നമ്മുടെ ടാങ്കിൽ ഞാനും പപ്പയും പെയിന്റ് അടിച്ചു. എന്നിട്ട് അത്യാവശ്യം മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അതാണ് ഇത് ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മൂടിയിട്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. നീല പെയിന്റ് അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്ക് ഈ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഇത്ര വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ വെള്ളത്തിന് അടിയൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു സൈഡിൽ ഗ്ലാസ് വെക്കാനായിട്ട്. പക്ഷേ ഈ അരാപ്പൈമ എന്ന് പറയുന്ന മീനുണ്ടല്ലോ, ഇത് ഭയങ്കര ശക്തിയുള്ള മീനാണ്. അപ്പോൾ അതിന് ഈ ഗ്ലാസ്സിലിട്ട് വന്ന് ഇടിക്കുമ്പോഴേക്കും നമ്മൾ എത്ര ടൈറ്റായിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഗ്ലാസ്സിന് ലീക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളില്ലാത്തൊരു സമയത്ത് അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന മീനെല്ലാം ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. വേറെ ഏത് മീനാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഇടായിരുന്നു, പക്ഷേ അരാപ്പൈമ നമ്മളേക്ക് നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീൻ ഇടാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം അപ്പോൾ ചാണകം ഇടാൻ വേണ്ടി പോകുന്നത്. ചാണകം ഇടാം അല്ലേ? ചാണകം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് ഈ പറഞ്ഞ വിഷത്തിന്റെ കെമിക്കലും അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. നല്ല പച്ച ചാണകം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ചാണകം ഇവിടെ കൊണ്ടുപോയി കവർന്നത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഡയറക്റ്റ് കിട്ടാൻ പോരവേ എടുത്തോളൂ. ഇപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കുളത്തിലേക്ക് ഇടാം കേട്ടോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ കുളത്തിലെ കെമിക്കലും ഈ സിമെൻറ്റിൻ്റെ ഇതൊക്കെ പോകാനായിട്ട് ചാണകം അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗം വരും. അപ്പോൾ പാപ്പ കേട്ടോ. പിന്നല്ല കേട്ടോ. തെറിക്കരുത്, നല്ല ശുദ്ധമായ പച്ചച്ചാണകമാണ് കേട്ടോ. എനിക്ക് ശരിക്കും ആൾക്കാർ ഈ നീല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സത്യം പറയാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതൊക്കെ നല്ല അടിപൊളി അഭിപ്രായങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമൻസ് എല്ലാം വായിച്ച് നോക്കുന്നത്. ഈ ഒരു നീല നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാങ്കിൽ വെള്ളം നിറച്ചിടാൻ വേണ്ടി പോകണം. നമുക്ക് ഡയറക്റ്റ് മീൻ ഇടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ 2 ദിവസം വെള്ളം നിറച്ചിടണം. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ മെയിൻ കിണറ്റിൽ നിന്നുള്ള മോട്ടറിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ നമുക്ക് ഓവർഫ്ലോയുടെ പൈപ്പ് ഇവിടെ ഉണ്ട്. ആ പൈപ്പ് നമുക്ക് ഊരിയെടുക്കാം. ഞാനും നനഞ്ഞ്, ശോഭയും നനഞ്ഞ്, എല്ലാവരും നനഞ്ഞു കേട്ടോ. നമ്മുടെ മൊബൈലൊക്കെ അവിടെ നോക്കുന്നുണ്ട് എന്നാ സംഭവിച്ചെന്ന് അറിയാൻ കേട്ടോ. മൊത്തം നനഞ്ഞ ഈ സൈഡ്. ഭാഗ്യത്തിന് ഇത് കേട്ടോ, മൈക്ക് ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് മൈക്ക് നനഞ്ഞില്ല, അല്ലെങ്കിൽ മൈക്ക് പോയാനെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പ് എടുത്ത് നമുക്ക് ഈ ഒരു എൻഡിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മോട്ടർ അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മോട്ടർ അടിച്ച് നമ്മുടെ ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആകുമ്പോഴേക്കും ആ വെള്ളം ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ അരാപ്പൈമ ടാങ്കിലേക്ക് വീണോളും. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ചാണകം കാണിച്ചു കൊടുത്തേ. നമ്മളങ്ങ് കലക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരുന്നേ ഇപ്പം ഈ ചാണകത്തിന് സ്മെല്ല് പറയുമായിരുന്നേ. അപ്പോൾ മമ്മിയൊക്കെ പറയുമായിരുന്നു പണ്ട് ചാണകം മെഴുകിയ വീട്ടിലൊക്കെ എന്തോരം കിടന്നു. അതുകൊണ്ട് അല്ലേ, പണ്ടത്തെ വീടുകളെല്ലാം ചാണകം മെഴുകിയ വീടുകളല്ലായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ചാണകം മെഴുകിയ വീട്ടിൽ ഇല്ല, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ല. ഇത് കണ്ടോ നല്ല കലങ്ങി മറിഞ്ഞു കേട്ടോ. ഇത് അങ്ങനെയുണ്ടല്ലോ, നമ്മളിനി നമ്മുടെ ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷം ഒരു 2 ദിവസം ഈ വെള്ളം ഇടും. അതിനുശേഷം വെള്ളം അടിച്ചു കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയ വെള്ളം ഒഴിച്ച് നമ്മുടെ അരാപ്പൈമയിൽ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് നിറയ്ക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ ചാണകവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിരിക്കും. നമ്മുടെ ഇതിനകത്ത് കെമിക്കൽസും കാര്യങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കളയാല്ലേ? വെള്ളം തുറന്നു വിടാം അല്ലേ? വെള്ളം നല്ല പോഷക സമൃദ്ധമായ വെള്ളമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ നമ്മുടെ തെങ്ങുകുടിയിലോട്ട് എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തെങ്ങ് ഒറ്റയടിക്ക് വളം സ്വീകരിച്ച് വളർന്നു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പപ്പയോട് തുറക്കുവാണ് കേട്ടോ. ഇവിടെ തുറന്നു കഴിയുമ്പോഴേക്കും ഇപ്പോൾ എങ്ങോട്ടേക്ക് ഇട്ടേക്കണേ? വന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു മാറ്റം പറയാം. ഞാൻ കണക്കിൽ ഭയങ്കര മോശമല്ല. ഇതൊരു ശോഭൻ നീന്തിച്ചാലോ? ചാണകവെള്ളത്തിൽ നീന്തിക്കണോ ശോഭേ? എടി നിനക്ക് നീന്തണോ? എടി നിനക്ക് നീന്തണോ ശോഭച്ചി? നിനക്ക് നീന്തണോ എടി? ഇവിടെ നല്ല പൂക്കുറ്റി ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം നമ്മൾ വറ്റിച്ച് വിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്ര മിനിറ്റ് എടുക്കുമായിരിക്കും വെള്ളം വറ്റാനായിട്ട്? 15 മിനിറ്റ് കൊണ്ട് വെള്ളം വറ്റും കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് അരാപ്പൈമ ഇടാനായിട്ട്. അരാപ്പൈമ ഇട്ട് കഴിയുമ്പോഴേക്കുള്ള ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അരാപ്പൈമയ്ക്ക് സ്ഥിരമായിട്ട് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും. മമ്മിക്ക് സ്റ്റെപ്പ് കയറാതെ തന്നെ അരാപ്പൈമയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലി, പാറ്റ അങ്ങനത്തെ ജീവികളൊക്കെ നമ്മൾ സാധാരണ പിടിച്ച് അരാപ്പൈമയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് സ്ഥിരമായിട്ട് ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ അരാപ്പൈമയുടെ ടാങ്കിലെ വെള്ളം എന്തോരം പോയെന്ന് നോക്കാം കേട്ടോ. അവൻ്റെ അക്യൂറത്തിൽ വെള്ളം തീർന്നോ നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ആ ഒരു തിരക്കിൽ അവിടെ നിന്ന് പോയി. അയ്യോ കറക്റ്റ് ഗൈസ്, ഇത്ര വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും പൊക്കി വെക്കാം. ഇനി ഇതിനകത്ത് നിന്ന് ഇവനെ എങ്ങനെയാണ് പിടിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് നോക്കേണ്ടതുണ്ട്. വേണ്ട, അങ്ങനെ നമ്മുടെ ടാങ്കിലെ വെള്ളം ഏകദേശം നമ്മൾ ഫുള്ള് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ജിനോചാതിനും ചേച്ചിയും പപ്പ ഇവിടെ പശു എന്നാ കഴിച്ചതെന്നൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ചക്കക്കുരു ഉണ്ട്, പിന്നെ അവിടെ ഓക്കെ കണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വെള്ളം ഏകദേശം വറ്റി. ഇനി നമുക്ക് നമ്മുടെ ടാങ്കിന് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടെ വെള്ളം പോകാനായിട്ടുള്ളൂ. നമ്മുടെ തെങ്ങിൻ്റെ ചോട് നിറഞ്ഞു കേട്ടോ. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇത് ഫുള്ള് വടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് വെള്ളം നമുക്ക് കളയണം. അപ്പോൾ ഈ ഒരു സൈഡിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് വേണ്ട. അയ്യോ ഇവിടെ മൊത്തം ഓക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
നമുക്കിത് കഴുകിയതിന് ശേഷം ഈ വെള്ളം ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ടാങ്ക് നിറയും. എന്നിട്ട് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറയ്ക്കണം. നമ്മൾ ഡയറക്റ്റ് വെള്ളം അങ്ങ് ഒഴിക്കുവാണ് കേട്ടോ. ഇതിന് പെട്ടെന്ന് നിറയും കേട്ടോ, ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിനെ മൊത്തമായിട്ട് നിറയ്ക്കുന്നില്ല. കാരണം മൊത്തമായിട്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിൽ ഗ്രില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ആരാപ്പയ്മ ചാടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 2.5 അടി വെള്ളമേ നിറയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ മേളിൽ വലയിടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഒരു 2.5 അടി വെള്ളം നിറയാനായിട്ട് ഒരു മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളായിരിക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അരാപ്പയ്മിനെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പോകണേ. ഇപ്പോൾ ഏകദേശം 1 അടി വെള്ളമായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അരാപ്പയ്മിനെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് അരാപ്പയ്മിനെ ഓസ്കാറിനെയും പിടിച്ചുകൊണ്ട് ഇട്ടതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ആ സമയമാകുമ്പോഴേക്കും വെള്ളം നിറയുകയും ചെയ്യും കേട്ടോ. നമ്മൾ 2 ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ 2 ചാക്കിനകത്താണ് നമ്മൾ മീനിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളത് കൂടാതെ ഉണ്ടല്ലോ ഒരു ടേപ്പ് എടുത്ത്, ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിത് പിടിച്ചതിന് ശേഷം നമുക്ക് അരാപ്പയ്മിനെ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. ഞാൻ മേടിച്ചപ്പോഴേക്കും അവൻ്റെ വലിപ്പം 6 ഇഞ്ചായിരുന്നു. ഇപ്പോൾ എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അളന്ന് നോക്കാം. അയ്യോ, അപ്പം ഇവനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടുള്ളൊരു പരിപാടിയാണേ. നമുക്ക് ആദ്യം ഈ പൈപ്പ് എടുത്ത് മാറ്റാം. കാരണം നമ്മൾ കാണുന്ന പോലെയുള്ള ഭയങ്കര ഊരുള്ള മീനാണ്, ഭയങ്കര ശക്തിയാണ് ഇവന്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് പിടിച്ച് മാറ്റിക്കുക. നമുക്ക് ഈ ടോപ്പ് എടുത്ത് മാറ്റാം. അയ്യോ, മേളിൽ നോക്കുമ്പോൾ ഇവന് വലിപ്പം കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഓ മൈ ഗോഡ് ഗൈസ്, ഭയങ്കര മുട്ടനായിട്ട് വരികയാണ് കേട്ടോ. തടിമാടനാണ്. അപ്പോൾ ഇവനെ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. എന്താണെങ്കിലും ഉണ്ടല്ലോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓസ്കാറിനെ പിടിക്കുവാണ് കേട്ടോ. ഓസ്കാർ ബാ 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 ബാ. ഓസ്കാറിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓസ്കാർ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. ഇങ്ങോട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അരാപ്പയ്മയുടെ ചാക്ക്. വലിയ ചാക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഇപ്പം ചാടാൻ ചാൻസ് ഉണ്ട്. ചാടി എനിക്കൊരു അടി കിട്ടായിരുന്നു. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല. എനിക്ക് ക്യാമറ നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. ഇതാണ് ഈ മീനിൻ്റെ ഊര് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പുള്ളിയുടെ ചുണ്ടൊക്കെ ഇടിച്ചു. ചുണ്ടൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ, ഒന്നും കുഴപ്പമില്ല. പയ്യെ ഒന്ന് തട്ടി പയ്യെ. കൈ കൊണ്ടൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. വാ വാ വാ. ഓക്കെ, ചാടും. ഇപ്പം ചാടും. നമ്മുടെ ഭാഗ്യത്തിന് അവൻ ചാടി ചാക്കിനകത്ത് കയറി. അയ്യോ, നമ്മുടെ ഭാഗ്യം കേട്ടോ. കാരണം പുള്ളി വെള്ളം ഒന്ന് കളയട്ടെ. വേണ്ട 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 ചേച്ചി, അവനെടുത്തോ. ഓസ്കാറിനെ എടുത്തോ. നമ്മൾ നേരെ താഴോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. വാ 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 വാ. നല്ല മഴക്കാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവനെ അളന്ന് നോക്കണം. ഞാൻ നിങ്ങളെ വളരെ വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അരുമോൻ ബാ. ഇടുന്നില്ല. ഞാനിവന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുക. അപ്പം മമ്മിയും പപ്പയൊക്കെ വന്നിട്ട് നമുക്ക് ഇവനെ അളന്ന് നോക്കാവേ. അപ്പം നമ്മൾ ആദ്യമേ ഓസ്കാറിനെയാണ് വിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവനിവിടെ കിടന്ന് ചാടുന്നുണ്ട്. കുഴപ്പമില്ല, ഡോണ്ട് വെറി, കുഴപ്പമില്ലടാ. ഓക്കെ, ആദ്യം നമുക്ക് ഓസ്കാറിനെ എടുത്ത് വിടാം കേട്ടോ. ഓസ്കാർ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിനൊരു കുഴപ്പമില്ല. നമ്മുടെ പാവത്താൻ ഓസ്കാറാണ് കേട്ടോ. പൊക്കോ പുതിയ ടാങ്കിലോട്ട് പൊക്കോ. അപ്പോൾ ഓസ്കാറിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഓസ്കാറിന് ഇതുവരെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ അരാപ്പയ്മയെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നീളം ഒന്ന് അളന്ന് നോക്കാവേ. അളന്നേപ്പേ. അയ്യോ, ചാടല്. നീളം നോക്കിക്കേ. അളന്ന് നോക്കിക്കേ. അതിനേക്കാളും ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ. 3 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ വാല് വളഞ്ഞിരിപ്പുണ്ട്. എത്ര? 27 ഇഞ്ചാണ് ഇവൻ്റെ ഇപ്പോഴത്തെ വലിപ്പം. ഓക്കെ, ഞാനിവനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കൊടുക്കാം. വിടാം, ഇത് പിടിച്ച് ഞാൻ ഇറങ്ങാം വെള്ളത്തിൽ. വേണ്ട, ചെരുപ്പ് ഉരുവാണ്. അപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചി ആദ്യമായിട്ടാണ് അരാപ്പയ്മയെ തൊടുന്നത്. അപ്പോൾ ഞാനിവനൊന്ന് പിടിക്കാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോൾ പിടിച്ചപ്പോൾ ഇത് പിടിച്ചിറക്കി വിടാൻ പറ്റും നോക്കട്ടെ. ബാബാ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പം കാണിച്ചു വെച്ചാൽ ഇത് കണ്ടോ,
ഇവൻ്റെ ദേഹത്തിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഇവിടെയൊക്കെ എന്നാ കട്ടിയാണെന്നറിയോ? പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ? അമ്മീന് പിടിച്ച് നോക്കി ഇവിടെ പിടിച്ച് നോക്കണേ, പിടിച്ച് നോക്കിയോ? ഇപ്പം ചാടും വെക്കാറും ഇവിടെ പിടിച്ച് നോക്കി, ഡിസൈനെ പിടിച്ച് നോക്കി. ഇതുണ്ടോ? ഭയങ്കര കട്ടിയല്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ഇവനെ ചെരിച്ച് കാണിക്കാവേ. ഇവൻ്റെ സൈഡിൽ ഓ മൈ ഗോഡ് പിടിച്ചോണേ, ചാക്ക പിടിച്ചോണേ. ഇത് കണ്ടോ, ഇവൻ്റെ സൈഡിലൊക്കെ നല്ല ചുമന്നിരിക്കുവാണ് കേട്ടോ, നല്ല റെഡ് കളറാണ്. ഇത് കണ്ടോ, ഇവൻ്റെ സ്കെയിൽസ് ഒക്കെ ഇവിടെ ഒത്തിരി റെഡ് കളർ സ്കെയിൽസ് ഒക്കെ ഉണ്ട്. എന്നാ സോഫ്റ്റ് എന്നറിയാം പിടിക്കാനായിട്ട്. അരുമോൻ ഞാൻ ഇറക്കി വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാനിവനെ പയ്യെ ഇറക്കി വിടാൻ വേണ്ടി പോവാണ്. ബാ ഓ പോയി കേട്ടോ. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ അരാപ്പൈമയ്ക്ക് നല്ല അടിപൊളി ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം പയ്യെ ഓഫ് ചെയ്യാം കേട്ടോ. ഈ വെള്ളം നമുക്ക് ഇത്രയും വെള്ളം മതി. ചേച്ചി മറിക്കി വെച്ച്. അപ്പം നമ്മൾ ഇത്രയും വെള്ളം ഇടുന്നുള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കാരണം ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇവൻ ചാടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിനുണ്ടല്ലോ കമ്പിനെറ്റിൽ ഒരു ഗ്രില്ല് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത് വെക്കുന്നില്ല. അത് ഇവനെ കണ്ടോ, അടിപൊളി. ഇവന് നീന്താനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഗൈസ്. ഇത് കണ്ടോ, അരാപ്പൈമയ്ക്ക് നീന്താനായിട്ട് ഇനി ഇഷ്ടം പോലെ സ്ഥലം. ഇവൻ വലുതായാലും ഇവന് കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇപ്പം ഇവൻ്റെ ഒരു സൈസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 ഇരട്ടി അടുപ്പിച്ച് സ്ഥലമുണ്ട്. ഇത് കണ്ടോ അരുമോനെ, എടാ ഇത് കണ്ടോ, പിടിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ബാ 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 ബാ. അയ്യോ എന്നാ ബഹളം അറിയും. ഇവന് ഭയങ്കര ശക്തിയാണ് കേട്ടോ. ഇവനങ്ങ് പിടിച്ചു നിർത്താം. ചൂണ്ടാക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാ ബലമാണെന്നറിയാം സാധനത്തിന്. അപ്പം നമ്മുടെ അരാപ്പൈമയുടെ ടാങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മളത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് വീഡിയോ ആണ്. വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം 5 മണിക്ക് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സെബിൻ സിറിയക്, വിനോചാച്ചൻ, ചേച്ചി, മമ്മി, പപ്പ, പിന്നെ നമ്മുടെ അരാപ്പൈമ ആൻഡ് ഓസ്കു. ഇന്ന് തെറിപ്പിക്കുക ചേച്ചി, മനഃപൂർവ്വം തെറിപ്പിക്കുന്നതാണ് ഇത്. ഇവിടെ നമ്മൾ കാണാൻ കലക്കി മെഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിനാവാശം മെഴുക്കുന്നത്. അടുത്തതായി ജിനാവാശം കുളത്തിലിറങ്ങി കാലുകൊണ്ട് ഇതിനെ ക്ലീൻ ചെയ്യുന്നതാണ്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ പറമ്പിലൊരു ജീവി. ഇതുണ്ടോ, നമ്മൾ കിളച്ചപ്പോഴേക്ക് ഇവിടെ പെട്ടുപോയതാണ് കേട്ടോ. ഇതാണ് മറ്റേ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്ന സാധനം. ഇവിടെ ചാണകവും കോരിക്കൊണ്ടിരിക്കും. ചേച്ചി പുതിയ ചെരുപ്പ് മേടിച്ചു കേട്ടോ. ന്യൂ ഫാഷൻ. ചേച്ചി പുതിയ ചെരുപ്പ് മേടിക്കും. ഇപ്പൊ ചാടാൻ ചാൻസ് ഉണ്ട്. ചാടി എനിക്കൊരു അടി കിട്ടായിരുന്നു. ഓ മൈ ഗോഡ്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ